റോഡ് ടു കാൽവരി, കാൽവരി തൻ വഴിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിതമായി വരും കാലഘട്ടങ്ങളെ മാറ്റിമറിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ഒരു വലിയ ദൈവജനത്തിന് ആത്മാവിൽ വളരുവാൻ, ദൈവവചനത്തിൻ്റെ ആഴം വളരെ ശക്തമായി അറിയുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പിടുവാൻ നിങ്ങളുടെ നടുവിലേക്ക് ഒരു വലിയ ചൈതന്യമായി വെള്ളത്തിന് മുകളിൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വലിയ പ്രോഗ്രാമായി കടന്നു വരികയാണ്. റോഡ് ടു കാൽവരി, കാൽവരി തൻ വഴിയിൽ. നമുക്കൊന്ന് കേൾക്കാം ദൈവം തന്ന ഈ സംഗീതത്തെ. കാൽവരി തൻ വഴിയിൽ ഏകനായി ഞാൻ നീങ്ങുമ്പോൾ, കാൽവരി തൻ വഴിയിൽ ഏകനായി ഞാൻ നീങ്ങുമ്പോൾ, ചേർന്ന് റോഡ് ടു കാൽവരി. കാൽവരിയുടെ വഴിയിൽ ചുടുനിണമാണ് ചൊരിയപ്പെടുക. നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളുടെ, അശുദ്ധിയുടെ കൂടാരങ്ങളാണ് കഴുകി മാറ്റപ്പെടുക. അതുകൊണ്ട് ദൈവത്തോട് പറയാം, നിന്റെ കണ്ണുകളാൽ എന്നെ ഒന്ന് നോക്കണേ എന്ന് ആഗ്രഹത്തോടെ ചുടുനിണം ചൊരിയണേ. ചുടുനിണം ചൊരിയണേ, കഥനമെല്ലാം മായ്ക്കണേ. ചുടുനിണം ചൊരിയണേ, കഥനമെല്ലാം മായ്ക്കണേ. കനിവേഴും മിഴികളാ എന്നെ നോക്കണമേ. കനിവേഴും മിഴികളാ എന്നെ നോക്കണമേ. ഈ പ്രോഗ്രാം നമ്മൾക്ക് തരിക ചുടുനിണമാണ്. കഥനമെല്ലാം ഉരുകിയൊലിക്കുന്ന ഒരു യാത്രയാണിത്. നമ്മൾ പേറുന്ന ഈ ബാധ്യതകളും സങ്കടങ്ങളും അവഹേളനങ്ങളും കാരണമില്ലാതെ വിധിക്കപ്പെടുന്നതും ദൈവത്തിന് മുന്നിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. മറ്റൊന്നും വേണ്ടെന്നേ, അവൻ്റെ മിഴികളാൽ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ആ ആഗ്രഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരാം. എന്താണ് റോഡ് ടു കാൽവരി? ഇവിടെ ഒരു സൗഖ്യം നമുക്ക് നീഡഡാണ്. തിരുമുറിവുകളാൽ എന്നെ മറക്കണേ എന്ന് പാടണം അല്ലേ? ഒന്ന് പാടിയേ. തിരുമുറിവിൽ മറക്കണേ, സൗഖ്യമെന്നിൽ
ടു കാൽവരി ലോകം കണ്ട ഏറ്റവും വേദനാജനകമായ സംഭവം. അത് കാൽവരിയിൽ പിടഞ്ഞ് മരിച്ച നസ്രായനായ യേശു ക്രിസ്തു. ലോകം കണ്ട ഏറ്റവും വേദനിക്കപ്പെട്ട കിരാതമായ ക്രൂരമായ ദിവസമെന്ന് പറയുക ദുഃഖവെള്ളി എന്നറിയപ്പെടുന്ന ആ ദിവസം. മുഖം കുനിച്ച് നാണക്കേടും അപമാനത്താലും കടന്നുപോകുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ നടുവിൽ ദൈവം ചോദിക്കുന്ന അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? എന്നാൽ ഓർക്കുക, ലോകത്തിന്റെ ഏറ്റവും വലിയ കഥനമാകുന്ന, വേദനയാകുന്ന, ശാപമാകുന്ന കുരിശു മരണമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നത്. ഏറ്റവും വലിയ സങ്കടത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാക്കുന്ന ഒരു പ്രോഗ്രാമാണ് റോഡ് ടു കാൽവരി, കാൽവരി തൻ വഴിയിൽ. ഇവിടെ നിങ്ങൾ കടന്നു വരിക നിങ്ങളുടെ കഥനമേറുന്ന ജീവിത ഭാരവുമായിട്ടായിരിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും. എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിഷമിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു വലിയ റിക്വസ്റ്റ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വന്ന് പതിക്കട്ടെ എന്ന് ഇസ്രായേലിലെ ഒരു കൂട്ടം ജനം വിളിച്ചു പറഞ്ഞു. വഴിയരികിൽ കാത്തുനിന്ന സ്ത്രീകളോട് അവൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിഷമിച്ചു കൊള്ളുവാൻ. ജോസഫ് പ്ലാവലോസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ എഴുതി വെച്ചു. പിന്നീട് നിരവധിയായ യുദ്ധങ്ങൾ, ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു. AD 70 ഈ ജെറുസലേം ദേവാലയം ആക്രമിക്കപ്പെട്ടു. നിരവധിയായ സഹനങ്ങളുടെ, വേദനയുടെ തീച്ചൂളകളുടെ നടുവിൽ നിരവധി യഹൂദജനം കൊല്ലപ്പെടുകയുണ്ടായി. പലരെയും കുരിശിൽ അടിച്ചും ആഴ്ന്നിറങ്ങുന്ന ആണികളാലും കെട്ടിയിട്ടും പലരും മരണത്തിലൂടെ കടന്നുപോയി. തടി കിട്ടിയില്ല, കുരിശ് കിട്ടാതെ വന്നു ആളുകളെ അടിച്ചു കൊല്ലുവാൻ. ജോസഫ് പ്ലാവലോസ് എഴുതി വെച്ചു, അത് കിട്ടാത്ത കാലഘട്ടങ്ങളിൽ ആ സമയത്ത് തടിയൊന്നുമില്ല, പച്ച മരത്തിലൊക്കെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് കെട്ടിവെച്ചു അടിച്ചു കൊന്നു. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവിക ജനമേ, വളരെ ലൈവായി ദൈവാത്മാവിനാൽ ഈ കാൽവരിയുടെ വഴിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. വരും ദിവസങ്ങൾ എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ്ങിലൂടെ മൂവ് ചെയ്യുന്ന ദിവസങ്ങളായിരിക്കണം. We are going to surrender ourselves completely before Him. നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഈ ഒരു സബ്ജക്റ്റിന്റെ ഡെപ്ത് അറിയാൻ ഒന്ന് ശ്രമിക്കാം. കാൽവരി തൻ വഴിയിൽ നമുക്കൊന്ന് കണ്ണടയ്ക്കുന്ന സമയം. ഒരു സൈഡിൽ ആരാധനയും മറു സൈഡിൽ ദൈവാത്മാവിന്റെ മുമ്പിലുള്ള സമർപ്പണവും കരുതലോടെ വിട്ടുകൊടുക്കാം. മെല്ലെ കണ്ണുകളുടെ ഇമകളെ നമുക്കൊന്ന് അടയ്ക്കാം. കൈകളിങ്ങനെ മാറോട് ചേർത്ത് പിടിക്കാം. ദൈവവചനത്തിന്റെ ബൈബിൾ നെഞ്ചിലുണ്ടെങ്കിൽ ഭയം എനിക്കേതുമില്ല. ക്രൂശിത കാൽവരിനാഥ, ഞാനും നീ നടന്ന വഴികളിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നടക്കുവാനുള്ള യോഗ്യതയോ വിശുദ്ധിയോ ഞങ്ങളുടെ മേൽ ഇല്ല.
ദൈവമേ, എല്ലാ രീതിയിലും തകർക്കപ്പെട്ടവനാണ്. കാരണമില്ലാത്ത കാരണങ്ങളും അവഹേളനങ്ങളും ദൈവമേ, ശത്രുക്കളേറെ ഒറ്റപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, കുറ്റം പറയുന്ന, പഴി പറയുന്ന എല്ലാ ശത്രുവിൻ്റെ കിരാതമായ സംഭവങ്ങളും ഞങ്ങളെ വേട്ടയാടുന്നു. ദൈവമേ, എൻ്റെ ജീവിതം ഓർത്ത്, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ ആരോഗ്യം ഓർത്ത്, എൻ്റെ ആത്മീയ ജീവിതം ഓർത്ത്, എൻ്റെ സാമ്പത്തിക മേഖലയോർത്ത്, സ്വസ്ഥതയില്ലാതെ അലയുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്പാ ക്രൂശിത ഒന്ന് കടന്നു വരണമേ. ഞാൻ റെഡിയാണ് നിന്റെ വഴികളിലൂടെ, അതെ, കാൽവരിതൻ വഴിയിലൂടെ നടക്കുവാൻ. നമുക്ക് ചേർന്ന് ഇങ്ങനെ പാടാം. കാൽവരിതൻ വഴിയിൽ ഏകനായി ഞാൻ നീങ്ങുമ്പോൾ, ആമേൻ. കാൽവരിതൻ വഴിയിൽ ഏകനായി ഞാൻ നീങ്ങുമ്പോൾ, കാരുണ്യമേകണേ കരുണാമയ, കാരുണ്യമേകണേ കരുണാമയ. ബൈബിൾ ഒന്ന് തുറക്കാം. ദൈവത്തിന്റെ ആത്മാവ് എന്താണ് പറയുക? റാൻഡമായി ഇത് തുറക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ കടന്നു വരുവാൻ പറ്റുമല്ലോ. ആ വലിയ ബോധത്തോടെ, എൻ്റെ യേശുവേ, നീ ഒന്ന് വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ദൈവം നിക്ഷേപിക്കുന്ന വചനം എടുത്തുകൊണ്ട് നമുക്ക് വരികളിലൂടെ കടന്നു പോകാം. റോഡ് ടു കാൽവരി. കാലഘട്ടങ്ങളെ മാറ്റിമറിച്ച, ലോകത്തിൻ്റെ ഭാഗതയം കീഴ്മേൽ മറിച്ച ദൈവത്തിൻ്റെ കുരിശുമരണം ഇന്നു തൊട്ട് ആത്മാവിൻ്റെ ബലത്താൽ ഏറ്റെടുക്കുകയാണ്. റോഡ് ടു കാൽവരി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ ആത്മാവ് സ്പർശിക്കട്ടെ. ദൈവാത്മാവിനാൽ സകല സങ്കടങ്ങളും ഉരുകി ഒലിച്ച് ദൈവസന്നിധിയിലേക്ക് മാറട്ടെ. ക്രൂശിലെ നാഥന്റെ ഏക നാമത്തിൽ തന്നെ. ആമേൻ.